ദാ നോക്കൂ, ഇയാളെ ശാരദയെടുത്ത് തിരക്കിയിരുന്നു. കണ്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു. ആ ഡോക്ടറല്ലേ ചിറ്റെഴുത്തുകാരുടെ അവിടെ വാടാക്കി താമസിച്ചിരുന്ന അയാള് തിരിച്ചു വന്നു അത്രേ. എന്നെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് അല്ലേ? ഞാൻ ആരെയും കാണാൻ വന്നതല്ല ഈ ആളൊഴിഞ്ഞ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് നോണ. നോണ പറഞ്ഞ് ഭദ്രയ്ക്ക് ശീലമില്ല. ശ്രമിച്ചാലും ഈ കണ്ണുകൾ അതിന് കൂട്ടു നിൽക്കില്ല. ഇരിക്കിഷ്ട. പ്രതീക്ഷിച്ചത് ഡോക്ടർ അരുണിനെയാണ്. പുള്ളി വന്നു എന്നറിഞ്ഞത് സത്യമല്ല. നിർദോഷമായ ഒരു കള്ളം ഏത് ശാരദ ടീച്ചർക്കും പറയാം. ഇനി ഇവിടെ ഒരു വാടകക്കാരൻ വരില്ല. കാരണം ഞാനത് വാങ്ങിച്ചു. പണം കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ചു കൂട്ടല്ലേ. ഒരു പെൺകുട്ടിയുടെ ഹൃദയം ഒഴുകി എന്തും. എനിക്ക് പോണം. പോവാം. ആദ്യമായി ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞയാൾ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയതും അയാളോടായിരുന്നു. അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കല്ലേ, ഒരു വേദനയായിട്ട്. അങ്ങനെ വേദനയൊന്നുമില്ല. പിന്നെന്തിനാ വന്നു എന്നറിഞ്ഞപ്പോ ഓടിയെത്തിയത്? എനിക്ക് വേണ്ടി കാത്തിരുന്ന് വെറുതെ കാലം കഴിക്കരുന്ന് പറയാൻ. അവസാനമായി കണ്ട ദിവസം അത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്ന് പറയാം, കൂടെ വരാൻ ഞാൻ ഒരുക്കോണെന്ന് പറയാം. അതൊക്കെ ഭദ്രയുടെ ഇഷ്ടം. ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരാം ആളിനെ. ഞാൻ എന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന? ഭദ്രയ്ക്ക് വേണ്ടി. അത്രയേറെ ഇഷ്ടമാണ് ഇയാളിനെ എന്ന് കൂട്ടിക്കൊള്ളൂ. മോളുടെ ഒരാളിന്റെ മനസ്സിന്റെ നന്മ, അതുകൊണ്ടാ ഈ കുടുംബം ഇവിടെ കഴിയണത്. അത് മറന്നാ ആര് പൊറുക്കും? മോളെ ഇവിടെ വരെ വരുത്തി എന്ന് പറയണത് എന്നെ പാടില്ലാത്തായിരുന്നു. ഞാൻ പറഞ്ഞ അവള് തള്ളില്ല. ഞാൻ സമ്മതിപ്പിക്കാം അവളെ. ചെയ്തതിന് പ്രതിഫലം ചോദിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ അനിയന് വേണ്ടി അപേക്ഷിക്കാനാ. ഭദ്ര സമ്മതം പറഞ്ഞില്ല എന്ന് വെച്ചാൽ ചിലപ്പോ അവൻ ഇനിയൊരു വിവാഹത്തിന് തയ്യാറാവൂന്ന് പോലും തോന്നണില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡോക്ടർ ഉണ്ടെന്നാ സംശയം. അയാള് പോയില്ലേ ഏതോ നാട്ടില്? ചിലപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒന്നായിട്ട് കണ്ടിട്ടില്ല എന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത്. അവളുടെ കഷ്ടപ്പാട് കണ്ട് ഭഗവാൻ അയച്ചതാ ഈ കുട്ടിയുടെ അനിയനെ. എന്നിട്ട് എന്താ ഇപ്പൊ അവള് മറുത്തു പറയണേ? എല്ലാരും കൂടി അങ്ങ് നിർബന്ധം പിടിച്ചാ ഭദ്ര സമ്മതിക്കും. ഒരു കാര്യത്തിലും അവളങ്ങനെ എഡമെന്റ് ഒന്നും അല്ല. ഞാനൊന്ന് കാണട്ടെ തനിച്ച്. ഞാനെന്താ? ശരി, വാസും കൂടിയൊക്കെ ഒന്ന് പറയണം ഭദ്രയോട്. തീർച്ചയായും അത് നടന്നു കാണാൻ സത്യമായിട്ട് ഞങ്ങൾ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കും വാസു, അവൾ സമ്മതിക്കും. വയ്യാന്ന് തീർത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. ആ വാസുവേട്ടാ, നിങ്ങളെ തിരക്കി ആ അരുൺ ഡോക്ടർ 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. കണ്ടാ പറയാൻ പറഞ്ഞു ഗസ്റ്റ് ഹൗസിലാ താമസം, രാത്രി വീട്ടിലേക്ക് വരുമെന്ന്. ആരാത്? ആ ഡോക്ടറാണോ? അതെ. അയാളിപ്പോ എന്തിനാ? വാസു അയാളെ കാണോ? ഉവ്വ്, അയാൾ ഭദ്രയെ കണ്ടാൽ എന്താവുന്ന? അതിനു മുമ്പ് വാസു കാണണം. കണ്ടിട്ട് പറയണം കൃഷ്ണനുമായുള്ള കല്യാണത്തിന് ഭദ്ര സമ്മതം പറഞ്ഞോന്ന്. അതല്ലേ നല്ലത്? ഉവ്വ്, ഞാനങ്ങനെ പറയാം. അവര് തമ്മിൽ കാണാതിരിക്കുകയും വേണം. പോയിക്കൊള്ളൂ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പോയ ശേഷം സാറിന്റെ വിവരമൊന്നും കാണാതായപ്പോ ഈ നാട് മറന്നു കരുതി. വിളിച്ചിരുന്നു പലവട്ടം, ഭദ്രയെ ഒരിക്കൽ പോലും കിട്ടിയില്ല. ഇതിപ്പോ നല്ല ദിവസമാണ് സാറിന്റെ വരവ്. ഭദ്രയുടെ വിവാഹം ഏതാണ്ട് ഉറച്ചു. മലർന്നു കിടന്ന് നോക്കിയാൽ
കാണാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നൊരു ബന്ധം. അതും ആ പയ്യന്റെ ചേച്ചി വന്ന് കാല് പിടിക്കുകയായിരുന്നു. ഭദ്ര സമ്മതം പറഞ്ഞു. വീൽ ചെയറിന്മേൽ ജീവിക്കുന്ന ആ സ്ത്രീ വന്ന് അപേക്ഷിക്കുമ്പോൾ അവളെപ്പോലൊരു കുട്ടിക്ക് സമ്മതം പറയാതിരിക്കാൻ പറ്റുമോ? ആരായാലും എന്ത് ചെയ്യുന്നു? അയ്യോ, കോടീശ്വരൻ. ഒരു 100 കൂട്ടം ബിസിനസ് ഉണ്ട്. അച്ഛന്റെ മരണശേഷം അയാളുടെ കയ്യിലേക്ക് കിട്ടിയത് കൂടുന്നതേ ഉള്ളൂ ദിവസം കഴിയും തോറും. മഹാഭാഗ്യമല്ലേ കുട്ടിയുടെ മഹാഭാഗ്യം. അവളിനി രാജകുമാരിയായിട്ട് കഴിയും. ഇറങ്ങുക. പോണം. ഭദ്രയെ കണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. അത് വേണ്ട സർ. സാറിനിനി കണ്ടാൽ ഞാൻ പറഞ്ഞത്. ഓവ്, ഞാൻ പറഞ്ഞു എന്ന് പറയൂ. കാണുമ്പോൾ ഭദ്രയ്ക്കും ആ മഹാഭാഗ്യവാനായ ചെറുപ്പക്കാരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയൂ. ഈ രാത്രി തന്നെ പോണം. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. രാത്രി യാത്രയില്ലെന്നാണ്. ഓവ്, യാത്ര പറയുന്നില്ല. മോളെ, തീവണ്ടിപ്പാളത്തിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണ്ടേ? നല്ലോണം സൂക്ഷിക്കണം. വേറെ വാഹനം പോലെയൊന്നുമല്ല. തട്ടണ്ട, ഒരു കാറ്റടിച്ചാ മതി. ഇനിയിപ്പോ ചിലര് പറയണ പോലെ വേണമെന്ന് വെച്ചിട്ട് പോയി നിന്നാണെങ്കിലോ? അതെന്തിനാ ഭഗവാനെ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തേ? എന്നെ തോപ്പിക്കാനാണെങ്കില് ഞാൻ ജയിച്ചു നിൽക്കുവൊന്നുമല്ലല്ലോ. തോറ്റു തോറ്റു ജീവിക്കുന്നോളല്ലേ ഞാൻ. ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇഷ്ടമല്ലാന്ന് തോന്നണ മാതിരി മിണ്ടാണ്ട് നിന്നിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യ? അല്ലെങ്കിൽ തന്നെ എന്നെ കിട്ടിയില്ലാന്ന് വെച്ച് പ്രാണനൊടുക്ക? അതിനു മാത്രം എന്തു മഹിമയാ ഈ ഗതിയില്ലാത്തവർക്കുള്ളത്. ആ വന്നോ?
ഇങ്ങ് വരാ വരാ. ആശുപത്രി പോയിരുന്നോ? കണ്ടുവോ? മുഖമൊക്കെ മാറിയിരിക്കണോ? ഈ കണ്ണട മുഖത്തില്ല. ആ മാറ്റം ഉണ്ടാവും. എന്താണ് സത്യമെന്ന് മനസ്സിലായോ? അപകടം പറ്റിയതോ ജീവൻ ഒടുക്കിയതോ? ഭദ്രേ, ഈ വെളിയില്, ഈ നിറയണ കണ്ണില് എനിക്ക് കാണാൻ ഉത്തരം. മതി ചേച്ചി, കരയില്ല ഇങ്ങനെ. കരഞ്ഞിട്ട് ഫലമൊന്നുമില്ലെന്നറിയാം. എന്നാലും കരണില്ല, എന്നെ കൊണ്ട് കഴിയും. അതിന് മാത്രം എന്ത് തെറ്റായിപ്പോ? വേണമെന്ന് കരുതി ചെയ്തല്ലോ. അതെടാ, വേണമെന്ന് വെച്ചിട്ട് തന്നെ. നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടി നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി, അവളും നീയും കൂടി ജീവിക്കണത് കാണാൻ വേണ്ടി ഞാൻ നുണ പറയുന്നതന്നെ പറഞ്ഞു ആ വാസുവിനോട്. അത് കേട്ടത് കൊണ്ടല്ല ആ ഡോക്ടർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആർക്കും ആരെയും കിട്ടിയില്ല. ആ പാവം കുട്ടിയുടെ മനസ്സും തകർന്നു. ഒരു ദൈവങ്ങളും ഓർക്കില്ല എന്നോട്. ചേച്ചിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതും അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതും എല്ലാം ഈ ദൈവങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കേ. ഞാനൊരു കാര്യം പറയട്ടെ. പറ. എന്റെ മനസ്സിന് അല്പം ശാന്തി കിട്ടാൻ വേണ്ടി പറ. അതെ, നമുക്ക് ഭദ്രയെ പോയി കാണണം. അവളെ രക്ഷിക്കാൻ നമുക്ക് ചിലത് ചെയ്യാനാവും. നമ്മളത് ചെയ്യാൻ പോവാ. വേണണ്ട. ആ, അപ്പൊ ആ കണ്ണീരോടൊക്കെ എന്നിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയാതെ അവൾ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടന്നേ? അതല്ലേ അവൾ ഇങ്ങനെ തകർത്തത്? ഒരിത്തിരി ദയ അവളോട് കാട്ടേണ്ടിയിരുന്ന സന്ദർഭത്തിൽ ഒന്നും ആരും കാട്ടിയില്ല. മഹാപാപങ്ങൾ എന്തൊക്കെ ചെയ്ച്ചെന്നെ കൊണ്ട്. എവിടെ മുങ്ങിയാലാണ്, ഏത് ദേവരെ തൊഴുതാലാണ് എനിക്ക് മോക്ഷം കിട്ടുക? ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ചക്കൻ 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 ചാഞ്ചാട് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ഞി ചരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചാ.
എങ്ങനെയുണ്ട് ഇപ്പോ? അങ്ങനെ തന്നെ, മരുന്നൊന്നും മുടക്കണില്ല. ദിവസം കഴിയുന്തോറും കൂടുതൽ സൈലന്റ് ആയി വരിക. കുറെ കൂടി നല്ല ഡോക്ടേഴ്സിനെ ആരെയും കാണിക്കണം. അതിനുവേണ്ടി കുറച്ചു ദൂരം പോയേണ്ടി വന്നാലും. തെണ്ടിയിട്ട് പെരുക്കിയിട്ടോന്നറിയില്ല, ചെയ്യാവുന്ന എന്തും ചെയ്യും ഞങ്ങളുടെ കുട്ടിയെ. ഞങ്ങൾ വന്നത് ഒരപേക്ഷയായിട്ടാണ്. കൊണ്ടുപോയിക്കോട്ടെ, പണം കൊടുത്ത് നേടാവുന്ന എന്ത് ചികിത്സയും ചെയ്യിപ്പിക്കാം. മനസ്സിന്റെ ആ കലമ്പല് മാറി പഴയ ഭദ്രയായി മാറുന്ന കാലത്ത് എന്നെ വിട്ട് പോവില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ മാത്രം എനിക്ക് തന്നേക്കോ. ചെയ്യണ പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവളെ. അതുകൊണ്ട് ചോദിക്കുക. അന്ന് മറുത്താണ് ഭദ്ര പറയുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞ മനസ്സോടെ തന്നെ തിരികെ കൊണ്ടുവരും ഞങ്ങൾ. മോളെ, നീ അവളെ ഒന്ന് വിളിക്ക്. എന്റെ ചെറിയമ്മയ്ക്ക് ഇങ്ങനൊരു തുടർച്ചയായി ഇവള് മാറുക എന്ന് പറഞ്ഞ സഹിക്കില്ല ഞാൻ. ഇനി ഇത് കുട്ടിക്ക് വേണ്ട. നാളും പക്കം അറിയില്ല, ശുഭമുഹൂർത്താണോ ഒന്നും നിശ്ചയമില്ല. ഇതാ ഞാനോട്ട് ഏൽപ്പിക്കുക എന്റെ പെങ്ങളെ. ഒരു കാർ മൂടിയ മങ്ങലേ ഉള്ളൂ, അത് തെളിയും ഉറപ്പാ. അത്രയ്ക്ക് നല്ലവളാ എന്റെ ഭദ്ര. കാണാൻ കഴിയാത്ത ദൈവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒരു നാൾ നമ്മുടെ ഭദ്രേ. പിന്നെ വേനലും മഴയും മാറി മാറി വന്നുപോയ ശേഷം അകലെ ഒരിടത്ത് ഒരു തണുത്ത പകലിൽ കാലത്തിന്റെ മിഴി രണ്ടിലും ഇങ്ങനെ തെളിയുന്നു. എന്താ പ്രശ്നം? പറയാൻ ഇപ്പൊ സൗകര്യമില്ല. ദേവു, 350 കിലോമീറ്റർ തറ തൊടാതെ പറന്നു വരെ ഞാൻ. അത്രയ്ക്ക് വലിയ അന്തരീക്ഷം നടന്നിട്ട് തോന്നി ചേച്ചിയുടെ ഫോൺ കോൾ കിട്ടിയപ്പോ. എന്താ കാര്യം എന്ന് പറ. അകത്തെ മുറിയിൽ നിന്റെ ഭാര്യ കിടപ്പുണ്ട്. അവക്ക് എന്ത് പറ്റി? അത് അവളോട് പോയി ചോദിക്ക്. ചേടാ, ഇതെന്ത് ടൈപ്പ്? സമയം കളയാതെ വേഗം ഓടി ചെല്ലടാ കിട്ടണ. അവള് നിന്നെ കാത്തിരിക്കുക. ഏയ്, എന്താ? ഒന്നുമില്ല. ഇതെന്തോ രോഗമാണ്. ഭദ്രേ, ചേച്ചി പറഞ്ഞോ? ഇല്ല, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂട്ടോ. എന്ത് തന്നെയായാലും നേരിടാൻ തയ്യാറായിട്ടാ ഞാൻ ഇരിക്കണേ. തയ്യാറായിക്കോളൂ. കുറച്ചു നാളൂടെ ഒരു മോനെയോ ഒരു മോളെയോ സ്വീകരിക്കാൻ.
തങ്കനേ തങ്കമേ അരികിൽ വരികൻ പ്രണയ